ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യല് ചിക്കൻ ഇസ്റ്റു ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ല് പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കട്ടോ. ഞാൻ കുറച്ച് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചി മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക്, അത് നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് എരിവില്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഉപ്പിട്ട് കൊടുക്കുക. ഇതിൻ്റെ മെയിനായിട്ടുള്ള ചേരുവ പെപ്പറാണ് കേട്ടോ. പെപ്പർ എരിവുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് അധികം എരിവില്ലാത്ത പെപ്പറാണ്, അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലത്തെ മെയിൻ ചേരുവ പച്ചമല്ലിയാണ് കേട്ടോ. പച്ചമല്ലി ക്രഷ് ചെയ്തതാണ്. ക്രഷ് ചെയ്യാന്ന് പറയാൻ ഒരുവിധം നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ കുറച്ച് കൂടുതൽ വേപ്പില ഇട്ട് കൊടുക്കുക, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി ഉടച്ച് കൊടുക്കുക കേട്ടോ. നൈസായിട്ട് സവാള അരിഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ വലുതാക്കിയിട്ട് തന്നെ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ വെന്ത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിൽ കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളിതൊന്ന് വെച്ച് നോക്കിട്ടാ. അതേപോലെ തന്നെ വെള്ളപ്പത്തിലേക്കും പൂരിയിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ അടിപൊളിയാണ് ഇട്ടാ. ഞാനിന്ന് എടുത്തിട്ടുള്ളത് പത്തിരിയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയിട്ടാ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മല്ലിപ്പൊടി, അതേപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെപ്പറൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അപ്പോൾ ഇതേപോലെ പച്ചമല്ലി പൊടിച്ചത് എന്തായാലും ഇട്ട് കൊടുക്കണം. അത് ഇടാതിരിക്കരുത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടാ. അപ്പം നന്നായിട്ട് തന്നെ തിരുമ്പി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അല്ലെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. തിളച്ച വെള്ളം പകരം ചുടുവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കട്ടിലിൽ ഉള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മൂടി വെച്ചതിന് ശേഷം അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അതിന്. ഈ പച്ചമല്ലിയുടെയും കുരുമുളകും ഗരം മസാലപ്പൊടിയൊക്കെ കിടന്ന് വെന്തിട്ടുള്ള നല്ലൊരു മണമാണ്. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഇതിലേക്ക് അരച്ച് കൊടുക്കേണ്ട അരപ്പ് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ അരമുറി തേങ്ങയും. നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ടില്ല വെച്ചെങ്കിൽ നല്ല കട്ടിയുള്ള പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ തന്നെ എടുക്കണം. എന്നിട്ട് നല്ല കട്ടിയിൽ പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ കാഷ്നട്ട് ഉണ്ട് വെച്ചെങ്കിൽ അരമുറി തേങ്ങ മതി, നല്ല കട്ടിയിൽ തന്നെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. വറ്റിയ കറി തന്നെയാണ് കേട്ടോ, അധികം തിളപ്പിച്ച് ആക്കണ്ട. നമ്മൾ ഇത് തേങ്ങ അരച്ച ഇത് കാരണം തിളപ്പിക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കരുത്, തീ ഓഫ് ചെയ്യണം. അതിന് ശേഷം ഇതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചേരുവകളുണ്ട്. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം, പെപ്പർ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി കൊണ്ട് നമ്മൾ നെയ്യും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ച് കൊടുക്കണം കേട്ടോ. എന്നെങ്കിലാണ് ഇതിൻ്റെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പത്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പത്തിരിനേക്കാൾ നല്ലത് വെള്ളപ്പത്തിലേക്കൊക്കെ, അതേപോലെ തന്നെ നെയ്ച്ചോറിലേക്ക് നല്ല അച്ചാറും ഈ കറിയും അടിപൊളിയാണ് കേട്ടോ. പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നിങ്ങൾ നെയ്ച്ചോറിലേക്ക് കറി ഒന്ന് വെച്ച് നോക്കി നോക്കിട്ടാ. അതേപോലെ ലഗോൺ കോഴി കിട്ടുമ്പോഴും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി നോക്ക്, നല്ല ടേസ്റ്റ്. എന്തായാലും കുരുമുളകും അതേപോലെ ഗരം മസാലപ്പൊടിയും പച്ചമല്ലിയും ഒക്കെ ഇട്ട് കൊടുക്കണം, എന്നെങ്കിലാണ് ആ കറിയുടെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പെപ്പർ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ചെറിയ ഉള്ളി, അതേപോലെ ഇത്തിരി നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. പിന്നെ വേപ്പില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ഞങ്ങളുടെ ഇതാണ് കേട്ടോ.
ഫ്രൂട്ട്സും കട്ട്ലറ്റും ഓറഞ്ച്. അപ്പോൾ അസ്സലാമു അലൈക്കും.